ഹലോ ദമാം അൽക്കോബാറിൽ പോയ സമയത്ത് നമ്മുടെ ഫ്രണ്ട് റൌഫ്ക്കും ഫാമിലിയും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഉഗ്രൻ ഷോപ്പാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റർ ചെയ്ത സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പോട്ട് തിരപ്പിക്കൊണ്ട് എടുക്കുമായിരുന്നു. അതായത് നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പെരുന്നാൾ ഫാമിലി ട്രിപ്പായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഈ സ്പോട്ട് നമ്മൾ ഇരിക്കാനുള്ള സ്പോട്ട് തിരഞ്ഞിറങ്ങിയ സമയത്താണ് നല്ല ആംബിയൻസോട് കൂടി തന്നെ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പോട്ട് ഞങ്ങൾ കൂടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ സീറ്റ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവിടെയുള്ള പാൽപ്പൊറാട്ട അവർ പരിചയപ്പെടുത്തിയത് കേട്ടോ. റോഫ്ക്കി ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണെന്ന്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാമെന്ന് ഞങ്ങളും കരുതി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് കൊണ്ടുവരുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഒരുപാട് തള്ളി തീർത്തു കേട്ടോ. അങ്ങനെ ഒരു ആംബിയൻസും കൂടി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഇരുത്തം. ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ക്ഷമ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ ആ ഒരു പെരുമാറ്റം. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ സുപ്ര ഇടിച്ചപ്പോൾ തന്നെ കണ്ടോ ഞങ്ങളുടെ മുഖത്തുള്ള മാറ്റം. ഞങ്ങളെല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എല്ലാവരും ആർക്കാണ് ഫസ്റ്റ്, ഏത് ഭാഗത്തേക്ക് ആദ്യം കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഒരുപാട് വലിയ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതാ ഞങ്ങൾക്ക് പ്ലേറ്റൊക്കെ കിട്ടി. എല്ലാവരും അടങ്ങി ആരും മിണ്ടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ലാണല്ലോ. അത് വളരെ നല്ല രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാറ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഒരുപാട് അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു റെസിപ്പി. അവരുടെ സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും അര പ്ലേറ്റാണ് ആദ്യം നീട്ടുന്നുള്ള ഒരു ഇതിലിരിക്കായിരുന്നു. അവർ ഓരോ പീസാക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് തന്നു. ഒരുപാട് ഇഷ്ടമായിട്ടോ ഞങ്ങൾക്കൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല റാഹത്തായിട്ട് ആ ഐറ്റംസൊക്കെ കഴിച്ചു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരും ഒന്നും സംസാരിക്കാറില്ല. ഫുള്ള് കോൺസെൻട്രേഷൻ ആ ഫുഡിലായിരിക്കും. ഫൈനലി അവിടുത്തെ ആ പൽച്ചട്ടി പൊറോട്ടയൊക്കെ ഫുള്ള് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൽച്ചട്ടി പൊറോട്ട കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് കേട്ടാലോ. റിവ്യൂസ് പറട്ടെ. തികഞ്ഞില്ല. പാൽച്ചട്ടി പൊറോട്ട സൂപ്പർ. പാൽച്ചട്ടി അടിപൊളി. ബാക്കിയൊക്കെ എല്ലാ സാധനവും ഉഷാറാണ്. അപ്പം നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആമീസ് കിച്ചൺ. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അപ്പം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും വിസിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് ഈ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.